ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ഇടവേളകളിലും സ്റ്റോക്ക് മാർക്കറ്റിൽ പലതരം സ്കാമുകളും വിവാദങ്ങളും ഉണ്ടാകാറുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ കൃത്രിമമായിട്ട് സ്റ്റോക്കുകളുടെയൊക്കെ വിലയുയർത്തിക്കൊണ്ട് ഒരു മാനിപ്പുലേഷൻ നടത്തി ലാഭം കൊയ്യുന്ന ഈ ഒരു ഏർപ്പാട് സ്റ്റോക്ക് മാർക്കറ്റിനോളം തന്നെ ആ ഒരു പഴക്കമുള്ള ഒരു ചരിത്രമാണ്. നമുക്കൊരു 1992 ഹർഷത് മേത്തയുടെ സ്കാമാണ് ഈ ഒരു ശ്രേണിയിലെ ഏറ്റവും വലിയ സ്കെയിലിൽ നമ്മുടെ മാർക്കറ്റിനെ ആദ്യമായിട്ട് പിടിച്ചു കുലുക്കിയ സ്കാം. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്ന എപ്പിസോഡാണ് ജെയിൻ സ്ട്രീറ്റ് എന്ന ട്രേഡിംഗ് ഫേമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം. അപ്പോൾ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം എവിടെയാണ്, ആരാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ജെയിൻ സ്ട്രീറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിൽ ഹെഡ് ക്വാർട്ടർ ആയിട്ടുള്ള ഒരു പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേമാണ്. അപ്പോൾ പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേം എന്ന് പറയുമ്പോൾ അവരുടെ സ്വന്തം ക്യാപിറ്റൽ ഉപയോഗിച്ചാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത് പോലെ പല ക്ലയൻറ്റുകളിൽ നിന്നും സമാഹരിച്ച, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് AMCകൾ ചെയ്യുന്നത് പോലെ ക്ലയൻറ്റുകളിൽ നിന്ന് സമാഹരിച്ച ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടല്ല ഇവർ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരെ പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂയോർക്കിൽ 6 ഓഫീസുകളും അതുപോലെ 2600ഓളം സ്റ്റാഫുമുള്ള, അതുകൂടാതെ ലണ്ടൻ, ഹോങ്കോങ്, ആംസ്റ്റർഡാം, ചിക്കാഗോ, സിംഗപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിലും കൂടാതെ 45ഓളം രാജ്യങ്ങളിലെ വിവിധ അസറ്റ് ക്ലാസ്സുകളിൽ, അതായത് സ്റ്റോക്സ് ആയാലും ETF ആയാലും കമ്മോഡിറ്റീസ് ആയാലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആയാലും ഇതിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഒരു വൻകിട ട്രേഡിംഗ് ഫേമാണ് ഈ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1999 പ്രവർത്തനം ആരംഭിച്ച ഈ കമ്പനി 25 വർഷത്തോളം പഴക്കമുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണിത്. അപ്പോൾ 2020 വർഷാവസാനം ഇവരുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4 ട്രില്യൺ വാല്യൂ ഉള്ള ഗ്ലോബൽ ഈക്വിറ്റീസിലാണ് ഇവർ ട്രേഡ് നടത്തിയിട്ടുള്ളത്. അതുകൂടാതെ ഏകദേശം $1.4 ട്രില്യൺ ബോൺസും അതുപോലെ $3.9 ട്രില്യൺ ETF-കളിലും ഇവർ ട്രേഡ് നടത്തായിട്ട് കാണാം. അപ്പോൾ COVID-19 ആ പാൻഡമിക്കിന്റെ കാലത്ത് ഇവരുടെ ഒരു റവന്യൂ എന്ന് പറയുന്നത് 54% ജമ്പാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ $1 ട്രില്യൺ ട്രേഡിംഗ് വാല്യൂ പറയുമ്പോൾ ഇവരുടെ ക്യാപിറ്റലിന്റെ ഒരു വലുപ്പം അത് നമ്മുടെയൊക്കെ ഇമാജിനേഷൻ അപ്പുറത്താണെന്ന് പറയാം. ഇപ്പോൾ ഇതുപോലെയുള്ള വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിനെ പിടിച്ചു കുലുക്കാൻ അവർക്ക് വളരെ അനായാസം സാധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫേം ഇതിനു മുമ്പ് വാർത്തകളിൽ വന്നത്, ഇവർ IIT മദ്രാസിലുള്ള ഒരു സ്റ്റുഡൻറ്റിന് ഇവർ 4.3 കോടിയുടെ ഒരു ജോബ് ഓഫർ വാഗ്ദാനം ചെയ്ത ഒരു വാർത്ത വന്നിരുന്നു. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ എല്ലാവരും പണം നഷ്ടപ്പെടുത്തുമ്പോൾ ഹൈ ഫ്രീക്വൻസി ട്രേഡ് നടത്തി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു IIT മദ്രാസ് ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റുഡൻറ്റും അവരുടെ ഗ്രൂപ്പും അതിനെപ്പറ്റി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്ര വലിയൊരു ഓഫർ, ജോബ് ഓഫർ അവർക്ക് നൽകിയത്. പിന്നീട് ഈ ജെയിൻ സ്ട്രീറ്റ് നമ്മൾ വാർത്തകളിൽ കാണുന്നത് അമേരിക്കയിൽ അവിടുത്തെ കോടതിയിൽ നടക്കുന്ന ഒരു വാദവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റിൽ മുമ്പ് ജോലി ചെയ്ത 2 എംപ്ലോയീസ് അവർ വേറെ കമ്പനികളിൽ പോയിക്കൊണ്ട് ഈ ജെയിൻ സ്ട്രീറ്റിൽ നിന്ന് ഇവർ പഠിച്ച സീക്രട്ട് സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് ഓപ്ഷൻ ട്രേഡിംഗ് മാർക്കറ്റുകളിൽ ഇവർ ലാഭം കൊയ്യുന്നു. അതിനെതിരെയാണ് ഇവർ കേസിന് പോയത്. അപ്പോൾ ഈ ഒരു കേസിന്റെ ഒരു വിചാരണ US കോർട്ടിൽ നടക്കുമ്പോൾ ജെയിൻ സ്ട്രീറ്റ് അവർ ഡിസ്ക്ലോസ് ചെയ്ത ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് ഈ ഒരു സീക്രട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ച് അവർ ആ വർഷം ഏകദേശം $1 ബില്യൺ സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഈ ഒരു അബദ്ധമാണ് ജെയിൻ സ്ട്രീറ്റിനെ ഇപ്പോൾ വെട്ടിലാക്കിയത്. അപ്പോൾ ജെയിൻ സ്ട്രീറ്റ് അവർ പോലും അറിയാതെ സെബിയുടെ റഡാറിൽ വന്നത് ആ ഒരു കോടതിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഡിസ്ക്ലോസിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ സെബി ഒരു വാച്ച് ഡോഗാണ്. അവർ യഥാർത്ഥത്തിൽ ഈ F&O മാർക്കറ്റിൽ ഭൂരിഭാഗം റീറ്റെയിലേഴ്സും 90% റീറ്റെയിലേഴ്സും നഷ്ടത്തിൽ പോവുകയാണെന്ന് കഴിഞ്ഞ 3 വർഷത്തെ ചരിത്രത്തിൽ അങ്ങനെയേ സംഭവിച്ചിട്ടുള്ളൂ എന്നും ആണയിടുമ്പോൾ 7% ഇൻഡിവിജ്വൽ ട്രേഡേഴ്സാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സെബി പല വിധത്തിലുള്ള വാണിങ്ങുകളും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ F&O സെഗ്മെന്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് നൽകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് വലിയ തോതിലുള്ള നഷ്ടത്തിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വലിയ ട്രേഡിംഗ് ഫേമുകൾ ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ അവരുടെ ആൽഗോ ട്രേഡിംഗ് സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അവർക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് അവർ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ പണമാണ് വലിയ തോതിൽ ഇവർ ഇത്തരം ട്രേഡിങ്ങിലൂടെ ഈ ഓപ്ഷൻ മാർക്കറ്റിൽ ഇവർ അടിച്ചു മാറ്റുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
അപ്പോൾ അമേരിക്കൻ കോടതിയിൽ നടന്ന ഈ ഒരു വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഉപയോഗിക്കുന്ന ആ ഒരു സീക്രട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ സ്വാഭാവികമായിട്ടും സെബിക്കുണ്ടായി. അവരുടെ കഴിഞ്ഞ 3 മാസത്തെ കംപ്ലീറ്റ് ട്രേഡിംഗ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് NSE എക്സ്ചേഞ്ചിൽ നിന്നും ഇവർ ആവശ്യപ്പെടുകയും അത് മുഴുവൻ എടുത്തുകൊണ്ട് ഇവരൊരു പരിശോധന നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് ഏകദേശം 43,200 കോടി രൂപയുടെ ഫ്രോഡ് അടിസ്ഥാനത്തിലുള്ള പ്രോഫിറ്റ് ഇവരുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇത് കുറച്ചുകൂടി പിറകോട്ട് പോയിട്ട് 2023 മുതലുള്ള കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് 10 മടങ്ങായിരിക്കും. അപ്പോൾ ആ കണക്കുകൾ തീർച്ചയായിട്ടും കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ 2020-നും 2025-നും ഇടയിൽ ഈ ജെയിൻ സ്ട്രീറ്റിന് വൻ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളിലും അവർ ഇത്തരത്തിലുള്ള വ്യാപാരങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അവരുടെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ലാഭം എന്ന് പറയുന്നത് അതിൻ്റെ 10% കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇന്ത്യയിൽ നിന്നാണെന്നാണ് അവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും ഇവർ തീർച്ചയായിട്ടും ഒരു ഫ്രോഡ് ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടത്തുന്നുണ്ട് എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരുടെ കംപ്ലീറ്റ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ബാൻ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. ഇപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റ് അഥവാ F&O സെഗ്മെൻറ്റ് എന്താണെന്ന് അറിയാതെ നമുക്ക് ആ സ്ട്രാറ്റജി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ F&O സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാറില്ല. എങ്കിലും ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവർ നടത്തിയ ഫ്രോഡിനെ പറ്റി കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. നമുക്കറിയാം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ 2 വിഭാഗങ്ങളിലായിട്ടാണ് ട്രേഡിംഗ് ഒക്കെ നടക്കുന്നത്. ഒന്ന് ക്യാഷ് മാർക്കറ്റും മറ്റൊന്ന് ഡെറിവേറ്റീവ് മാർക്കറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡിങ് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ് സ്കാൽപ്പിംഗ് പോലെയുള്ള സ്റ്റോക്കുകൾ ഡയറക്റ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു ഏർപ്പാട് നടക്കുന്ന ആ ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ ക്യാഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇതല്ലാതെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്നൊരു സംഭവമുണ്ട്. അവിടെ സ്റ്റോക്കുകളെല്ലാം മറിച്ച് സ്റ്റോക്കുകളെ ബേസ് ചെയ്ത് നടത്തുന്ന ബെറ്റിംഗ് ആണ്. അഥവാ ഒരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ഊഹക്കച്ചവടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ബെറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് കോൺട്രാക്റ്റുകളാണ്, ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റിലയൻസിൻ്റെ ഷെയർ 3000 രൂപ ഒരാഴ്ചക്കുള്ളിലാകുമെന്ന് ഒരാൾ, മറ്റൊരാൾ പറയുന്നു റിലയൻസിൻ്റെ ഷെയർ 2000 ആകുമെന്നും അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഷെയർ അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പല രീതിയിലുള്ള ബെറ്റുകൾ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ടെക്നിക്കൽ ടേമിൽ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും എന്ന രീതിയിലാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുട്ട് കോൾ കോൺട്രാക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അതിനൊരു പ്രീമിയം നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രീമിയത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ റിലയൻസ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. റിലയൻസ് മാത്രമല്ല, ഇപ്പോൾ റിലയൻസ്, HDFC ബാങ്ക്, അതുപോലെ നിഫ്റ്റി ടോപ്പ് 500 സ്റ്റോക്കുകളിലുള്ള 224ഓളം സ്റ്റോക്കുകൾ ഇപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ F&O സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയ സ്റ്റോക്കുകൾ. ആ സ്റ്റോക്കുകളിൽ ഈ രീതിയിൽ നമുക്ക് F&O മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇൻഡെക്സുകളിലും ഇതേപോലെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നിഫ്റ്റി 50, അതുപോലെ നിഫ്റ്റി ബാങ്ക്, അതുപോലെ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്, അതുപോലെ നിഫ്റ്റി നെക്സ്റ്റ് 50. അപ്പോൾ ഇങ്ങനെയുള്ള 5 ഇൻഡെക്സുകളിൽ ഈ രീതിയിൽ ട്രേഡ് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ BSE സെൻസെക്സിലും ഇതേപോലെയുള്ള F&O ട്രേഡിങ്ങും വേറെയുണ്ട്. അപ്പോൾ ഈ ഒരു അസറ്റ് ക്ലാസ്സുകളിലൊക്കെ ഈ F&O ട്രേഡ് നടക്കുമ്പോൾ ആയിരക്കണക്കിന് ടൈപ്പിലുള്ള ട്രേഡിംഗ് കോൺട്രാക്റ്റുകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വോളത്തിലാണ് അവിടെ ട്രേഡ് നടക്കുന്നത്. ഇപ്പോൾ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ വോളയം എന്ന് പറയുന്നത് ക്യാഷ് ഈക്വിറ്റി മാർക്കറ്റിലുള്ള വോളയത്തേക്കാൾ 400 മടങ്ങ് അധികമാണെന്നാണ് പറയുന്നത്. ഡെലിവറി ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഇൻട്രാഡേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രേഡിംഗ് അല്ലാതെ ഡെലിവറി ആയിട്ട് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്ന ആ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോൾ 900 മടങ്ങ് വലുപ്പമാണ് ഈ പറയുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും അധികം ഡെറിവേറ്റീവ്സ് ക്യാഷ് ടേൺ ഓവർ റേഷ്യോ ഉണ്ടാകുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ലോകത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആണ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ഗ്രോത്ത് ഈ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റ് ഉണ്ടാകാനുള്ള കാരണം അവിടെ ഒന്നാമത് വീക്കിലി ഓപ്ഷൻസ് ഉണ്ട്, കൂടാതെ മന്ത്ലി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വീക്കിലി എക്സ്പയർ ചെയ്യുന്ന കോൺട്രാക്റ്റുകളുണ്ട്, മന്ത്ലി എക്സ്പയർ ആകുന്ന കോൺട്രാക്റ്റുകളുണ്ട്. ഇതിലൊക്കെ ട്രേഡ് ചെയ്യാം. സ്റ്റോക്ക് ബ്രോക്കേഴ്സൊക്കെ വലിയ തോതിൽ ലീവറേജ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അഡ്വാൻസ് ആയിട്ട് പണം തന്നുകൊണ്ട് ട്രേഡ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് ബ്രോക്കേഴ്സൊക്കെ. അതുപോലെ നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളും ബാങ്ക് ഡെപ്പോസിറ്റുകളൊക്കെ ഫ്ലഡ്ജ് ചെയ്തുകൊണ്ടും ട്രേഡ് നടത്താം. അപ്പോൾ ഈ രീതിയിൽ വലിയ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് NSE ഈ ഒരു മാർക്കറ്റിന് ഇത്ര വലിയൊരു ഭീമാകാരമായ ഒരു സംഭവമാക്കി മാറ്റിയത്. അപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ ജെയിൻ സ്ട്രീറ്റിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ജെയിൻ സ്ട്രീറ്റ് ചെയ്യുന്നത് പല വിധത്തിലുള്ള സ്ട്രാറ്റജികൾ, ഏകദേശം 3ഓളം സ്ട്രാറ്റജികളെ പറ്റി പറയുന്നുണ്ട്. അത് സിമ്പിളായിട്ടത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ വീക്കിലി എക്സ്പയറി ഡേയിൽ ഇവർ ചീപ്പായിട്ടുള്ള പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റി
നിഫ്റ്റിയുടെയോ അല്ലെങ്കിൽ നിഫ്റ്റി 50യുടെയോ പുട്ട് ഓപ്ഷൻസ് വാങ്ങും. അതേസമയം ക്യാഷ് മാർക്കറ്റിൽ ഇവർ HDFC, ICICI പോലുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ട് ഈ ബാങ്ക് നിഫ്റ്റിയുടെ വില ഉയർത്തും. സ്വാഭാവികമായിട്ട് ഇവരുടെ ആ ഒരു പ്രീമിയം ഉയരും. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിലുള്ള ഇവരുടെ വോളിയം വളരെ ഹൈ ആയതിനാൽ വലിയ തോതിലുള്ള പ്രോഫിറ്റാണ് ഇവിടെ നിന്ന് അവർക്ക് അതുവഴി ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ വലിയ ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ ക്യാഷ് മാർക്കറ്റിൽ വന്നുകൊണ്ട് ഈ സ്റ്റോക്കുകളുടെയൊക്കെ വില കൃത്രിമമായിട്ട് ഉയർത്താനും താഴ്ത്താനും ഇവർക്ക് കഴിയും. കാരണം ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളിൽ അണ്ടർലൈങ് ആയിട്ട് കിടക്കുന്ന അസറ്റുകൾ എന്ന് പറയുന്നത് ഈ ക്യാഷ് മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളും ഇൻഡെക്സുകളുമാണ്. നമുക്കറിയാം HDFC ബാങ്കിന് വലിയ തോതിലുള്ള വെയിറ്റേജ് ആണ് ബാങ്ക് ഇൻഡെക്സിലുള്ളത്. അതുപോലെ ICICI, ആക്സിസ് ബാങ്കിനൊക്കെ ഉള്ളത് ഏകദേശം 70% വെയിറ്റേജ് ബാങ്ക് ഇൻഡെക്സിൽ ഈ 2-3 സ്റ്റോക്കുകൾ മുന്നോട്ടേക്ക് പോയാൽ തന്നെ ബാങ്ക് നിഫ്റ്റി വലിയ തോതിൽ മുന്നോട്ടേക്ക് പോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവർക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ നിഫ്റ്റിയിൽ റിലയൻസിന് വലിയ വെയിറ്റേജ് ആണുള്ളത്. അത്തരത്തിലുള്ള റിലയൻസിൽ ഇവർ വലിയ തോതിൽ ബൈങ് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിഫ്റ്റി 50യുടെ പ്രീമിയം ഈ പറയുന്ന ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വരും. അപ്പോൾ ഈ രീതിയിലുള്ള മാനിപ്പുലേഷനാണ് ഇവർക്ക് നടത്താൻ കഴിയുക. അപ്പോൾ ഈ രീതിയിലാണ് ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായ സ്ട്രാറ്റജി പൂർണ്ണമായിട്ടും വിശദീകരിക്കുമ്പോൾ അത് ഈ വീഡിയോ വലിയ ലെങ്ത് കൂടുമെന്നതിനാൽ ഞാൻ അത്ര വിശദമായിട്ട് ഇത് പറയാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊരു അസറ്റ് ക്ലാസ് ആയാലും അതിന് കൃത്രിമമായിട്ട് അതിൻ്റെ വില ഉയർത്തുന്നത് വലിയ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇവിടെ സെബി ഇടപെടുകയാണ് ചെയ്തത്. ഇപ്പോൾ സെബിയുടെ പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അവരേറ്റവും അവസാനമായി നടത്തിയ സ്ക്രൂട്ടിനിയിൽ ഈ ഒരു മാനിപ്പുലേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഇവർ കഴിഞ്ഞ 18 ട്രേഡിംഗ് ഡേയ്സിൽ 15 ട്രേഡിംഗ് ഡേയ്സിലും ഇവർ വലിയ തോതിലുള്ള ലാഭം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ സെബിയുടെ ഒരു അന്വേഷണത്തിൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് 36,500 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇവർ ജനുവരി 2023 അതുപോലെ മാർച്ച് 2025 ആ ഒരു 3 വർഷങ്ങൾക്കിടയിൽ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഇവർ ഫ്രോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ ചെയ്ത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെബി ഇവരെ ബാൻ ചെയ്തിട്ടുള്ളത്. അവരുടെ 4,840 കോടിയുടെ ഒരു ഫണ്ട് ഇവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജെയിൻ സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട അവരുടെ ലിങ്ക്ഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ ഇവർ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ എത്രമാത്രം ഇവർ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ട്രേഡിങ്ങിലൊക്കെ ഇവരെ സഹായിക്കാൻ ഇന്ത്യയിൽ പല കമ്പനികളും ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വെൽത്ത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട്. അവിടെ നൊവാമ വെൽത്ത് ഇവരുടെ പ്രധാനമായിട്ടുള്ളൊരു ട്രേഡിംഗ് പാർട്ട്ണറാണ്. എന്നാൽ നൊവാമ വെൽത്തിന് ഈ ഒരു ഫ്രോഡ് ആക്ടിവിറ്റിയെ പറ്റി അവർക്ക് നേരിട്ട് ഇതിൽ ബന്ധമുണ്ടാവണമെന്നില്ല, അവരൊരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. ഇതേപോലെ തന്നെയല്ല ഏഞ്ചൽ ഫണ്ടും, അതൊരു ഇൻ്റർമീഡിയേറ്ററിയാണ്. അപ്പോൾ അവരും ഇവരുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ അവരും ഇപ്പോൾ ഈ ഒരു പ്രശ്നം നേരിടുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 സ്റ്റോക്കുകളിലും നല്ല ക്രാഷ് ഉണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ BSEയിലും വലിയ തോതിലുള്ള ഫോൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ CDSLലും ചെറിയ ഫോളൊക്കെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ 4 പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ചിടത്തോളം ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന അവരുടെ വോളിയം വെച്ചാൽ വളരെ ഹൈ വോളിയമാണ്. അപ്പോൾ ഹൈ വോളിയത്തിൽ ഇവർ ട്രേഡ് ചെയ്യുമ്പോൾ ഈ പാർട്ടിസിപ്പൻസിന് കിട്ടുന്ന ബ്രോക്കറേജ് ചാർജസുകൾ വളരെ ഹൈ ആണ്. പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സാണ് ഈ പറയുന്ന ജെയിൻ സ്ട്രീറ്റ്. അപ്പോൾ അവരുടെ ആ ഒരു ഹൈ ഫ്രീക്വൻസി ട്രേഡ് കാരണം വലിയ തോതിലുള്ള ബ്രോക്കറേജാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒറ്റയടിക്ക് ഇല്ലാതാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് CDSL ആയാലും BSE ആയാലും ഡൗൺ ആയതായിട്ട് കാണുന്നത്. അതേപോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കാൻ സാധ്യതയുള്ള 2 ബ്രോക്കർ ഏജൻസികളായതുകൊണ്ടാണ് ഏഞ്ചൽ വണ്ണും അതേപോലെ നൊവാമ വെൽത്തും കൂടുതലായിട്ട് ഫോളോ ആവാനുള്ള കാരണം അവർ ഈ കമ്പനികളുമായിട്ട് ഫെസിലിറ്റേറ്ററായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അന്വേഷണം സെബിയുടെ ഇതുണ്ടാവുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫോളാണ് ഈ സ്റ്റോക്കുകൾ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മൊത്തത്തിലുള്ള ഈ ഒരു സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതല്ലാതെ മറ്റ് ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഈ രീതിയിൽ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും സെബി സ്വാഭാവികമായിട്ട് അന്വേഷിക്കും. ഇത്തരത്തിലുള്ള ഫോറിൻ ട്രേഡിംഗ് ഫേമുകൾ പല പേരുകളിലൊക്കെ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു അന്വേഷണം പൂർണ്ണമാകുന്നതിന് മുറക്ക് തന്നെ ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റുള്ള ഇവിടെ ഫോൾ ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഇത്തരത്തിലുള്ള സെബിയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ഇത് ഗുണകരമാണ് എന്നാണ് പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.